ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ചോപ്പറിൻ്റെ അൺബോക്സിങ് വീഡിയോ കേട്ടോ. ഇത് അഗാരോൻ്റെ ഇലക്ട്രിക് ചോപ്പറാണ്. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ചോപ്പർ ഉണ്ട്. എന്നിട്ട് ഞാൻ ഈ പുതിയ ചോപ്പർ മേടിക്കാൻ കാരണം അതിൽ വെറുതെ ചോപ്പിങ് നടക്കുള്ളൂ. ഇതിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമുക്ക് സുഖമായിട്ട് തൊലി കളഞ്ഞെടുക്കാമെന്ന് കണ്ടിട്ട് ഞാൻ മേടിച്ചത്. അപ്പം ഇതിൻ്റെ കൂടെയുള്ള അറ്റാച്ച്മെൻറ്റുകളായിട്ട് കണ്ടത് ഒന്ന് എഗ്ഗ് വിസ്ക് ചെയ്യാനുള്ള വിസ്കർ, പിന്നെ ഇത് ചോപ്പിങ്ങിനുള്ള ബ്ലേഡ്, ഈ കാണുന്നത് ഉള്ളി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനുള്ള സംഭവം. പിന്നെ ഇതിൻ്റെ ജാറ് സ്റ്റീലിൻ്റെ ജാറാണ്. ലിഡ് വന്നിട്ട് പ്ലാസ്റ്റിക്കും. അപ്പോൾ ഒരു ചോപ്പർ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ ഒരു 4 വെളുത്തുള്ളി തൊലി കളയാനായിട്ട് ഒരു ചോപ്പർ മേടിച്ചത് എന്ന് വിചാരിക്കേണ്ടാലും എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതെന്താ ഏതാന്നൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടി ശരിയാവേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ പിന്നെന്താ ഇതിൻ്റെ വിശേഷം പറയാൻ ചെയ്ത് 3 സ്പീഡുണ്ട്. ഒന്ന് എഗ്ഗ് വിസ്ക് ചെയ്യാനും, പിന്നെ ഒന്ന് സ്പീഡും പവർ 1ഉം പവർ 2 ആയിട്ട് 2 സ്പീഡ്. ഇനി ഇതിൻ്റെ ജാറൊക്കെ നല്ല വലിപ്പം കാണുന്നുണ്ട്. അപ്പോൾ ഈ ചോപ്പറിനെ കുറിച്ച് ആർക്കെങ്കിലും വിശദമായിട്ട് ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുകൂടാണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂട്ടാ. അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ. ഞാൻ ഇവിടെ ഒരു 3/4 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് 250 ആദ്യം തന്നെ ഇതിൻ്റെ കുടം അങ്ങനെ തന്നെ, അതായത് ഈ വെളുത്തുള്ളിയുടെ ബൾബ് ഫുള്ളായിട്ട് ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടത്. അപ്പം ഞാനും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ ചെന്നിട്ട് ട്രയൽ അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പീഡ് 1-ലിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 കുഞ്ഞി കൈകൾ കൗതുകം മൂത്തിട്ട് ഓടി വന്നിട്ട് ചെയ്ത് നോക്കാട്ടാ. പിന്നെന്താണ്ടായി, അവൾ പൂവൻ കൂട്ടാക്കണില്ലേ, അവൾക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരുവിധം അവളെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് തുറന്ന് നോക്കിയപ്പോൾ അതാ അടിപൊളിയായിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഒരു പകുതിയേക്കാളധികം തൊലി പോയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പച്ച ഉള്ളിയായിരുന്നു. ഉണക്കുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇധികം പോയി തന്നെ. അപ്പോൾ എൻ്റെ അമ്മമ്മ ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവേണ്ട അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാട്ടാ. പിന്നെ ഞാൻ എൻ്റെ തൊലിക്കൊന്നും എടുത്ത് മാറ്റി നോക്കിയപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തൊലികളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പോകും. അപ്പോൾ സംഭവം എന്തായാലും സക്സസ് ആട്ടാ, സൂപ്പറായിട്ടുണ്ട് എല്ലാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വെളുത്തുള്ളിക്ക് അല്ലി തിരിച്ചിട്ട് ഇട്ട് നോക്കി, എന്നിട്ട് ചെയ്തതാട്ടെ ഈ കാണുന്നത്. അപ്പോൾ ഇത് അതിനേക്കാൾ കൂടുതലായിട്ട് തൊലി പോയിട്ടുണ്ട്. ഇതൊരു 3/4 ഭാഗത്തോളം നല്ല പോലെ തൊലി പോയി കിട്ടിയിട്ടുണ്ട്. ചിലതിനൊക്കെ മുഴുവനായിട്ട് തൊലി അവിടെ തന്നെ കിടക്കുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇനി ആ തൊലി പോവാത്തതിനെ ഞാൻ എടുത്തിട്ട് ഒന്ന് പിച്ചി നോക്കിയപ്പോൾ അതിന് ചെറിയൊരു ലെയർ തൊലിയോടെ ബാക്കിയുള്ളത് ഈ പഴം തൊലി പോണ പോലെ പോണോക്കിയേ, എന്ത് കൂളായിട്ട് പോയത്. അപ്പോൾ സംഭവം എന്തായാലും നല്ല സക്സസ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, എനിക്ക് എന്തായാലും നല്ല ഉപകാരം. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയല്ലോ, ടാറ്റാ.